നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം അന്വേഷണം നിലച്ചിട്ട് മാസങ്ങൾ. മൂന്നാർ കന്നിമല ഫാക്ടറി ഡിവിഷൻ രാജപാണ്ടി സുബ്ബയ്യയാണ് ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കിയിൽ കർഷകനെ CPM പ്രാദേശിക നേതാവും മകനും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി കല്ലേക്കുളത്ത് സുരേന്ദ്രൻ നായർക്കാണ് പരിക്കേറ്റത്. രാജക്കാട് ടൗണിലെ വെള്ളക്കെട്ട് പ്രശ്നം. ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വഴി തേടി പഞ്ചായത്ത് ഭരണസമിതി. നിയന്ത്രണം വിട്ട് ട്രാവലർ മറിഞ്ഞ അപകടം. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് രാജാക്കാടിന് സമീപം പന്നിയാർകുട്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം അന്വേഷണം നിലച്ചിട്ട് മാസങ്ങൾ. മൂന്നാർ കന്നിമല ഫാക്ടറി ഡിവിഷൻ രാജപാണ്ടി സുബ്ബയ്യയാണ് ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നുവെങ്കിലും 6 മാസമായിട്ടും അന്വേഷണം കൈമാറിയിട്ടില്ല. 9 മാസങ്ങൾക്ക് മുൻപ് നടന്ന ചെക്കനാട് ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം നിലച്ചിട്ട മാസങ്ങളായി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം പോലീസ് നിർത്തിയത് തെരഞ്ഞെടുപ്പ് ജോലിയുള്ളതിനാൽ ഉദ്യോഗസ്ഥരില്ലെന്നായിരുന്നു വിശദീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടും കേസ് അന്വേഷണം ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നെങ്കിലും 6 മാസമായിട്ടും അന്വേഷണം കൈമാറിയിട്ടില്ല. 2025 ഓഗസ്റ്റ് 23-നാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ രാജപാണ്ടി സുബ്ബയ്യയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്വേഷിക്കുന്നതിനായി 3-ാം DYSPയുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘത്തെ നിയമിച്ചിരുന്നു. 150-ലധികം ആളുകളെ ചോദ്യം ചെയ്യുകയും ഒട്ടേറെ പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും ചെയ്തു. കൊലപാതകം നടന്ന മുറിയിൽ നിന്നും കൊലപാതകത്തിയുടേതെന്ന് കരുതുന്ന രക്തക്കറ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ബന്ധുക്കളടക്കം 20-ലധികം ആളുകളുടെ രക്തം DNA പരിശോധനയ്ക്കായി പരിശോധിച്ചെങ്കിലും ആളെ കണ്ടെത്താനായില്ല. എന്നാൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ നവംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. സിറ്റിവിഷൻ മൂന്നാർ. ഇടുക്കിയിൽ കർഷകനെ CPM പ്രാദേശിക നേതാവും മകനും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി കല്ലേക്കുളത്ത് സുരേന്ദ്രൻ നായർക്കാണ് പരിക്കേറ്റത്. പാട്ടഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൂട്ടാർ സ്വദേശിയായ CPM പ്രാദേശിക നേതാവ് തമ്പി എന്നറിയപ്പെടുന്ന ഭുവനചന്ദ്രൻ നായരും ഇയാളുടെ മകൻ പ്രദീപും ചേർന്ന് സുരേന്ദ്രനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഇയാളുടെ തലയ്ക്ക് പരിക്കേറ്റു. സുരേന്ദ്രന്റെ ഭൂമിയുടെ പാട്ടക്കരാർ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തമ്പിയുടെ കയ്യിൽ നിന്നും താൻ കടം വാങ്ങിയിരുന്നുവെന്നും അപ്പോൾ ഒപ്പിട്ട് വാങ്ങിയ മുദ്രപേപ്പറിൽ വ്യാജമായി പാട്ടക്കരാർ എഴുതി ചേർത്ത് ഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. നിലവിൽ തമ്പിയും കുടുംബവും ഭൂമിയിൽ കയറുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് ലംഘിച്ച് ആയുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഇവർ ആക്രമണം നടത്തുകയായിരുന്നു. തമ്പി ഭുവനേന്ദ്രൻ നായരോട് പറമ്പിൽ കയറരുതെന്നും പറഞ്ഞ് കോടതി ഉത്തരവുള്ളതാ. കയറി വന്നു കഴിഞ്ഞ് ഞാനും എൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ. എൻ്റെ വീടിനകത്ത് കയറി തമ്പിയുടെ മകനും ചേർന്ന് വാക്കത്തി കൊണ്ട് വെട്ടുകയും ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും ചെയ്ത് നിന്നെ കൊല്ലുപടാ എന്നും പറഞ്ഞാണ് ആദ്യമേ കയറിയത്. ഞാൻ ഏതായാലും ഇറങ്ങി എൻ്റെ ഈ പറമ്പിൽ നിന്നും പോവുക, ഏതായാലും നിനക്കൊരു സമ്മാനം കൂടി ഞാൻ തന്നേച്ച് പോവുക എന്നും പറഞ്ഞ് നിന്നെ പൂശിവെച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക എന്നും പറഞ്ഞ് ചേട്ടനിട്ട് പഠിച്ച് ചേട്ടനെ കൊണ്ടുവരാൻ പോലും പറ്റാതെ ആശുപത്രി വീട്ടിൽ കിടക്കുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മന്ദബുദ്ധിയായ ആളുമാണ്. പുള്ളിയെ ഇട്ടേച്ചാണ് ഞാൻ പോരുന്നത്. ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ എനിക്ക് ഇത് കിട്ടിയതാണ്. സുരേന്ദ്രൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം സുരേന്ദ്രൻ ആക്രമിച്ചതായി ആരോപിച്ച തമ്പിയും മകനും പരാതി നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ ഭൂസംബന്ധമായ തർക്കത്തിൽ നിരവധി പരാതികൾ കമ്പംമെട്ട് പോലീസ് നിലവിൽ ഉണ്ട്. സിറ്റിവിഷൻ നെടുങ്കണ്ടം.
രാജാക്കാട് ടൗണിലെ വെള്ളക്കെട്ട് പ്രശ്നം. ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വഴി തേടി പഞ്ചായത്ത് ഭരണസമിതി. പുതിയ ഓട നിർമ്മിക്കണമെന്ന വിദഗ്ധ സംഘം. ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വഴി തേടി പഞ്ചായത്ത് ഭരണസമിതി. പൊതുമരാമത്ത് വകുപ്പിലെ വിദഗ്ധ സംഘം ഇന്നലെ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു. നിലവിൽ റോഡ് KSTP പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയിട്ടില്ല. അതിനുശേഷമേ പൊതുമരാമത്ത് വകുപ്പിന് തുടർ നടപടി സ്വീകരിക്കാനാകൂ. നിലവിൽ ഓടകളിലെ തടസ്സം നീക്കി താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാനാകും. എന്നാൽ പഴയ ഓടകൾ പൊളിക്കുന്നത് അപകടകരമാണ്. വെള്ളക്കെട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് 1 കിലോമീറ്ററോളം ദൂരത്തിൽ പുതിയ ഓട നിർമ്മിക്കുന്നതാണ് ഉചിതമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ടൗണിൽ വെള്ളം നിറയും. NR സിറ്റി റോഡിൽ നിന്നും പഞ്ചായത്ത് ഓഫീസ് റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ടൗണിന്റെ മധ്യഭാഗത്തു കൂടിയാണ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പിലെ വിദഗ്ധ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. നിയന്ത്രണം വിട്ട ട്രാവലർ മറിഞ്ഞ് അപകടം. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് രാജാക്കാടിന് സമീപം പന്നിയാർകുട്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. കൊല്ലം പുനലൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇന്ന് രാവിലെ അപകടം സംഭവിച്ചത്. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കൊല്ലം പുനലൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാജാക്കാട് പന്നിയാർകുട്ടിക്ക് സമീപം ഇറക്കത്തിൽ വെച്ച വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമായതാണ്. തുടർന്ന് ഡ്രൈവർ മൺതിട്ടയിൽ ഇടിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും തിട്ടയിലിടിച്ച് മറിയുകയായിരുന്നു. 16 പേരടങ്ങുന്ന സംഘമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. സംസ്ഥാനത്ത് ഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഡൽഹിയിൽ ചർച്ച കൊഴുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാൻ കാത്തിരിക്കുന്ന മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില ട്രോളുകൾ. 102 സീറ്റ് നേടി ഭരണത്തിലെത്തിയ UDF-ന് പക്ഷേ നാളിതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിഷയം സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി ട്രോളുകളും വിമർശനങ്ങളും UDF-ഉം കോൺഗ്രസും നേരിടുകയാണ്. ചിരിക്കാനും ചിന്തിപ്പിക്കുന്നതുമായ നിരവധി ട്രോളുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. കളിസ്ഥലം, ചായക്കട, വായനശാല തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ സംസാരം ഒന്നു മാത്രമാണ്: ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്കായി ചരടുവലി നടത്തുമ്പോൾ ഹൈറേഞ്ചിലെ രാജകുമാരി എന്ന കൊച്ചു ഗ്രാമത്തിലും ചർച്ചകൾ സജീവമാണ്. സംസ്ഥാനത്താകമാനം നടക്കുന്ന ചർച്ചകളെ പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിനെതിരെ യുവാക്കൾ പ്രതികരിച്ചു തുടങ്ങി. രാജകുമാരിയിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന സഹയാത്രി എന്ന വാട്സപ്പ് കൂട്ടായ്മയിലും ചർച്ചകൾ സജീവമാണ്. കോൺഗ്രസ് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിൽ പോലും CPM-ന്റെയും BJP-യുടെയും പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അംഗമായ സഹയാത്രി എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ DCC പ്രസിഡന്റ് CP മാത്യു, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല നിയുക്ത MLA സേനാപതി വേണു, അങ്ങനെ നീളുന്നു ഗ്രൂപ്പിലെ കോൺഗ്രസിന്റെ മുതിർന്ന അംഗങ്ങൾ. KCയെ അനുകൂലിക്കുന്നവരും VD സതീശനെ അനുകൂലിക്കുന്നവരും പരസ്പരം പോരടിക്കുന്നു. ഇതിനിടയിൽ ഇടുക്കി MPക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെയുള്ള ആരോപണങ്ങളും ഗ്രൂപ്പിൽ സജീവ ചർച്ചകളാണ്. ഇതിനിടയിലാണ് ഉടുമ്പൻചോലയുടെ നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ പേരുൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അഭിപ്രായ വോട്ടെടുപ്പും ഗ്രൂപ്പിൽ നടക്കുന്നത്. ചർച്ചകൾ ഇങ്ങനെ പല വഴി നടക്കുമ്പോഴും എല്ലാം കണ്ടും കേട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പിൽ മൗനം തുടരുകയാണ്. ഇന്നെങ്കിലും മുഖ്യമന്ത്രി ആരാണെന്നതിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ, രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി ശാസ്ത്രീയ കൃഷി പരിശീലന സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കൃഷിരീതികളും ശാസ്ത്രീയ അറിവുകളും സംയോജിപ്പിച്ച് കൃഷി ലാഭകരവും സുരക്ഷിതവുമാക്കുകയെന്ന ലക്ഷ്യത്തോടെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന കാർഷിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഏലം കർഷകർക്കുള്ള പരിശീലന സെമിനാർ സംഘടിപ്പിച്ചത്. നിലവിൽ ഏലം കൃഷി ചെയ്തു വരുന്നവരും പുതുതായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല നല്ല വിളവുണ്ടാവുന്നു, വിലയുണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഈൽഡിലേക്ക്, ആദായത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ട് നമ്മുടെ മേഖലയിലേക്ക് ഏലം കൃഷി വളരെ സജീവമായി വ്യാപകമായി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പലപ്പോഴും പരമ്പരാഗതമായ അറിവുകൾ മാത്രം വെച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് മണ്ണിനും ചെടിക്കും നമ്മുടെ പരിസ്ഥിതിക്കുമൊക്കെ വലിയ ദോഷം ഉണ്ടാകുന്നു. മാത്രമല്ല വിളവ് കുറയും, കർഷകർക്ക് വലിയ ചിലവൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത അറിവുകളെയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കൃഷി രീതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച നിലയിലേക്ക് മികച്ച വിളവുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ കൃഷി ചിലവ് കുറയ്ക്കുവാനും നമ്മുടെ ചെടി ആരോഗ്യത്തോടുകൂടി ദീർഘകാലം സംരക്ഷിക്കുവാനും ഒക്കെയുള്ള ഏലകൃഷിയിലെ സംയോജിത രോഗകീട നിയന്ത്രണ മാർഗങ്ങൾ, ഏലത്തിന്റെ ഉത്തമ കാർഷിക രീതികൾ എന്നീ വിഷയങ്ങളിലായി ദേശീയ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനും പ്ലാന്റ് പതോളജിസ്റ്റുമായ ഡോക്ടർ അജയ് ഡി ക്ലാസ് നയിച്ചു. സാജു കാരക്കുന്നിൽ, സിബി ആനത്താനം, ബിബിൻ നെല്ലംകുഴി, റോബിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. പരാതികളില്ലാതെ കുടിവെള്ള വിതരണം. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതി ജനങ്ങൾ ഏറ്റെടുക്കുന്നു. വേനലിനെതിരെ വെള്ളം കൊണ്ട് മാത്രമല്ല കരുതലുകൊണ്ടും പോരാടുകയാണ് വാഴത്തോപ്പ് പഞ്ചായത്ത്. കൊടുംവേനലിൽ വെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലത്താണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നത്. പഞ്ചായത്തിലെ 15 വാർഡുകളിലും എത്തുന്ന കുടിവെള്ള വിതരണ പദ്ധതി ഇന്ന് ജനങ്ങൾക്ക് ആശ്വാസം മാത്രമല്ല, ജനകീയ ഭരണത്തിന്റെ മികച്ച ഉദാഹരണവുമാണ്. പാതിരാത്രി കടന്നും തുടരുന്ന കുടിവെള്ള വിതരണം സാധാരണ സേവന പ്രവർത്തനമല്ല, ഓരോ വീട്ടിലേക്കും വെള്ളം ഉറപ്പാക്കണമെന്ന ഉത്തരവാദിത്വ ബോധത്തിന്റെ തെളിവാണ്.
പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ ടെൻഡർ നടപടികളിലേക്ക് പോകാനാകാത്ത സാഹചര്യത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മരിയ കൺസ്ട്രക്ഷൻസ് മുഖേനയാണ് വിതരണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നത്. മുൻകാലങ്ങളിൽ വെള്ളം വിതരണം നടന്നിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്ത പരാതികൾ പതിവായിരുന്നു. എന്നാൽ ഇത്തവണ ചിത്രം പൂർണ്ണമായും മാറി. ശക്തമായ വേനൽച്ചൂടിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ വെള്ളം ഉറപ്പാക്കണമെന്ന സമീപനമാണ് പദ്ധതിയെ ജനകീയമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെലിൻ വിൻസെന്റ് എന്നിവർ വ്യക്തമാക്കുന്നതനുസരിച്ച് മഴക്കാലത്ത് കിണറുകളിൽ വെള്ളം ലഭ്യമാകുന്നതുവരെ പദ്ധതി തുടരും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലേക്കും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന എല്ലാ മേഖലയിലും ആര് കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം കൊടുക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അത് മരിയ കൺസ്ട്രക്ഷൻ എന്ന ടെൻഡറുകാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വാട്ടർ അതോറിറ്റി, നമ്മുടെ പൈനാവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ അവിടെ നിന്നാണ് വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച വാട്ടർ അതോറിറ്റിയുടെ നല്ല ശുദ്ധമായ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത്. അവിടെ വണ്ടി പോയി കിടന്ന് ക്യൂവിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് സമയബന്ധിതമായിട്ട് ഓരോ ദിവസം 3-4 വാർഡ് ഓരോ ദിവസം കുടിവെള്ളം എത്തിക്കും. അതിനുശേഷം അടുത്ത ദിവസം അടുത്ത വാർഡുകളിൽ അങ്ങനെ റൊട്ടേറ്റായിട്ട് കറങ്ങി വന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും ഒരു ദിവസം അവർക്ക് വെള്ളമില്ല, അവർക്ക് പ്രശ്നമാണ്, അവിടെ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചു പറഞ്ഞ് പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ വിതരണ സംഘത്തിന്റെ ആത്മാർത്ഥതയും വലിയ പങ്കുവഹിക്കുന്നു. ഓരോ പ്രദേശത്തും വെള്ളം എത്തിച്ച് ഉറപ്പുവരുത്തുമ്പോഴേക്കും പല ദിവസങ്ങളിലും രാത്രി 1 മണി പിന്നിടാറുണ്ട്. എന്നാൽ ഒരു വീട് പോലും വെള്ളമില്ലാതെ ബാക്കി വെക്കാതെ മാത്രമാണ് അവർ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു വാർഡിൽ നിന്ന് പോലും വലിയ പരാതികൾ ഉയർന്നിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന് ലഭിക്കുന്ന പിന്തുണ എത്ര ശക്തമാണെന്നതിന്റെ സൂചന കൂടിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനം. സിറ്റി വിഷൻ, ഇടുക്കി. പാലക്കാട് സ്വദേശിക്ക് നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി നൽകി കുമളി പോലീസ്. പാലക്കാട് സ്വദേശിയായ അബ്ദുൾ സമദിന് നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കുമളി പോലീസ് കണ്ടെത്തി നൽകി. ഫോൺ നഷ്ടപ്പെട്ടതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ കണ്ണൻ, സിവിൽ പോലീസ് ഓഫീസർ മാരിയപ്പൻ എന്നിവർ നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ സേലത്തു നിന്നാണ് ഫോൺ തിരികെ ലഭിച്ചത്. സ്റ്റേഷനിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ കണ്ണൻ ഫോൺ ഉടമസ്ഥന് കൈമാറി. സിറ്റി വിഷൻ, കുമളി. ലോക നഴ്സസ് ദിനാചരണ സന്ദേശ റാലി ജില്ലാ പോലീസ് മേധാവി ഫ്ലാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര നേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ നടത്തപ്പെട്ട നേഴ്സ് ദിന സന്ദേശ റാലി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നേഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണത്തെ ദിനാചരണം നടന്നത്. 2026 മെയ് 12 ചൊവ്വാഴ്ച ചെറുതോണിയിൽ വെച്ച് നടന്ന റാലിയിൽ നിരവധി ആരോഗ്യ പ്രവർത്തകർ പങ്കെടുത്തു. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സ്മരണ പുതുക്കി നടന്ന പരിപാടിയിൽ നേഴ്സുമാരുടെ സേവനങ്ങളുടെയും ത്യാഗങ്ങളെയും അധികൃതർ അനുസ്മരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 14,850 രൂപ, പവന് 1,18,800 രൂപ, വെള്ളി ഗ്രാമിന് 330 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം അന്വേഷണം നിലച്ചിട്ട് മാസങ്ങൾ. മൂന്നാർ കന്നിമല ഫാക്ടറി ഡിവിഷൻ രാജപാണ്ഡി സുബ്ബയ്യയാണ് ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കിയിൽ കർഷകനെ CPM പ്രാദേശിക നേതാവും മകനും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി കല്ലേക്കുളത്ത് സുരേന്ദ്രൻ നായർക്കാണ് പരിക്കേറ്റത്.
രാജക്കാട് ടൗണിലെ വെള്ളക്കെട്ട് പ്രശ്നം. ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വഴി തേടി പഞ്ചായത്ത് ഭരണസമിതി. നിയന്ത്രണം വിട്ട് ട്രാവലർ മറിഞ്ഞ അപകടം. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് രാജാക്കാടിന് സമീപം പന്നിയാർകുട്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.